ഇന്ത്യയിൽ ജോലിയിൽ മികച്ച മുന്നേറ്റം പ്രതീക്ഷിച്ച് സംതൃപ്തിയോടെ ജോലി ചെയ്യുന്നത് വെറും 14% പേർ മാത്രമാണെന്ന് പഠന റിപ്പോർട്ട്. ആഗോള ശരാശരിയായ 34%-ത്തെ അപേക്ഷിച്ച് ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണെന്ന് ഗാലപ്പ് 2024 ഗ്ലോബൽ വർക്ക്പ്ലേസ് റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ വിശകലന സ്ഥാപനത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 86% പേരും വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ അസംതൃപ്തരായി ജോലി ചെയ്യുന്നവരാണ്. ജീവനക്കാരുടെ മാനസിക ആരോഗ്യവും ജീവിത നിലവാരവുമെല്ലാം കണക്കിലെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മുന്നോട്ട് കുതിക്കുന്നവർ, പൊരുതുന്നവർ, ഏറെ ബുദ്ധിമുട്ടുന്നവർ എന്നിങ്ങനെ 3 ഗ്രൂപ്പായാണ് ആളുകളെ തിരിച്ചത്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ സംതൃപ്തിയും ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നവരോട് 7 അതിനു മുകളിലോ റേറ്റിംഗ് നൽകാനാണ് ആവശ്യപ്പെട്ടത്. നിലവിലെ സാഹചര്യം വെച്ച് ശുഭാപ്തി വിശ്വാസമില്ലാത്തവരും സമ്മർദ്ദവും സാമ്പത്തിക ഞെരുക്കവും കൂടി വരികയും ചെയ്യുന്നവരോട് 4-നും 7-നും ഇടയിൽ റേറ്റിംഗ് നൽകാനാണ് പറഞ്ഞത്. ഭാവിയിൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ ദയനീയമായി മുന്നോട്ടു പോകുന്നവരാണ് 4-ന് താഴെ റേറ്റിംഗ് നൽകിയത്. ജോലി ചെയ്തിട്ടും പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി പോലും ബുദ്ധിമുട്ടുന്നവരാണ് അസംതൃപ്തരുടെ പട്ടികയിലുള്ളത്. അവർ ശാരീരികമായി ഏറെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതിനു പുറമെ മാനസിക സമ്മർദ്ദവുമുണ്ട്. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ സാധിക്കാറില്ല. അതിനാൽ തന്നെ രോഗം വന്നാൽ മറ്റുള്ളവരെക്കാൾ ബാധ്യത ഏറുകയും ചെയ്യുന്നു. ഗാലപ്പ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു. ആഗോളതലത്തിലുള്ള കണക്കുകൾ പ്രകാരം മുന്നോട്ട് കുതിക്കുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും താഴെയുള്ളത് ദക്ഷിണേഷ്യയാണ്. 15% പേർ മാത്രമാണ് തങ്ങൾ ഏറെ പ്രതീക്ഷയുള്ളവരാണെന്ന് പ്രതികരിച്ചത്. ഈ മേഖലയിൽ 14%-വുമായി ഇന്ത്യയാണ് 2-ാം സ്ഥാനത്ത്. നേപ്പാളാണ് 22%-വുമായി 1-ാം സ്ഥാനത്തെത്തിയത്. ദക്ഷിണേഷ്യയിലെ മിക്ക രാജ്യങ്ങളിലും സമാന തരത്തിലുള്ള പ്രതികരണം തന്നെയാണുള്ളത്. ഈ മേഖലയിൽ 2-ാം സ്ഥാനത്ത് ഇന്ത്യയും 1-ാം സ്ഥാനത്ത് നേപ്പാളുമാണ്, റിപ്പോർട്ട് പറയുന്നു. മാനസിക സമ്മർദ്ദം പരിഗണിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്രതികരിച്ചവരിൽ 35% പേരും തങ്ങൾ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ കാരണം ദിവസവും ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ടെന്ന് തുറന്നു പറയുന്നു. 32% പേരും ദിവസവും സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ദക്ഷിണേഷ്യയിൽ ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനുമാണ്. യഥാക്രമം 62%, 58% എന്നിങ്ങനെയാണ് അവിടങ്ങളിലെ നിരക്ക്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവനക്കാരുടെ ഇടപെടലുകളുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ മുന്നിലാണ്. 32% പേർ നന്നായി ഇടപെടുന്നവരാണ്. ആഗോള ശരാശരിയായ 23%-ത്തേക്കാൾ ഏറെ മുന്നിലെത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും ജോലിയോട് ആത്മാർത്ഥതയും കൂറും കാണിക്കുന്നവരിൽ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജീവനക്കാർ ഒരു വീഴ്ചയും വരുത്തില്ലെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.